എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഒരു സ്ലീവ് കട്ടിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് അളവെടുക്കാതെ ഒരു സ്ലീവ് കട്ട് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുള്ളാണ്. ഞാനിവിടെ ഒരു പീസ് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയതാണ്. ഇതിൻ്റെ നീളവും വീതിയും ഞാനൊന്ന് പറയാം. ഇതിൻ്റെ നീളം 14 ഇഞ്ചാണ്. വീതി 9.5 രണ്ടായിട്ട് മടക്കിയതിന് ശേഷമുള്ള വീതിയാണ് പറയുന്നത് 9.5. ഒറ്റ സ്റ്റെപ്പിനാണ് നമ്മൾ വെട്ടിയെടുക്കുന്നതെങ്കിൽ 18 എടുക്കണം കേട്ടോ. 19 എടുക്കണം, 9.5 അല്ലേ. രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് 9.5 വീതിയും നീളം 14. ഞാൻ ഇവിടെ നിന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കറക്റ്റ് ലെന്ത് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ നിന്നും 13 ഇഞ്ചാണ് ലെന്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 13 ഇഞ്ച് ഇവിടെയാണ് 13 ഇഞ്ച് വരുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആം ഹോളിൻ്റെ ഭാഗം, ഇത് ബോഡി പാർട്ടാണ്, അതെടുക്കണം. അതെടുത്തിട്ട് നമ്മുടെ ഷോൾഡർ ജോയിനിങ്ങിന് എത്രയാണോ ഇടുന്നത് അത് തയ്യൽ തുമ്പ് ഞാൻ 1/2 ഇഞ്ചാണ് ഇടുന്നത്. അതുകൊണ്ട് ഇവിടെ 1/2 ഇഞ്ച് ഇങ്ങനെ കയറ്റി വയ്ക്കണം. എവിടെയാണ് നമ്മൾ ഈ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് വേണം ഈ 1/2 ഇഞ്ച് കയറ്റി വയ്ക്കാൻ. നിങ്ങൾ 4 ഇഞ്ചാണ് കയറ്റുന്നതെങ്കിൽ, ഷോൾഡർ ജോയിനിങ് ചെയ്യുന്നതെങ്കിൽ 4 ഇഞ്ച് കയറ്റി വെച്ചാൽ മതിയാവും. ഞാൻ 1/2 ഇഞ്ച് ഇടുന്നത് കൊണ്ട് 1/2 ഇഞ്ച് കയറ്റി ഇങ്ങനെ വച്ചതിന് ശേഷം നമ്മൾ ഈ ചെസ്റ്റൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതേ ലെവലിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മളെ ചെസ്റ്റ് അളവ് ഇതാണ് കറക്റ്റ് ബോഡി പാർട്ടിൻ്റെ, അതവിടെ മാർക്ക് ചെയ്യണം. തയ്യൽ തുമ്പ് ഇപ്പം മാർക്ക് ചെയ്യരുത്, മനസ്സിലാകുന്ന ലെന്ത് ആക്കി അളക്കുക. അതിനുശേഷം ഷോൾഡർ ജോയിനിങ്ങിന് തയ്യൽ തുമ്പ് മുകളിലോട്ട് കയറ്റി വയ്ക്കണം, ബോഡി പാർട്ടിൻ്റെയാണ്. എന്നിട്ട് ഇതേ ഷേപ്പ് വരച്ചെടുക്കുക. ചെസ്റ്റ് വര മാത്രമേ നമ്മൾ വരച്ചെടുക്കാവൂ. അതിനുശേഷം ഇതിനെ അങ്ങോട്ടൊന്ന് മാറ്റണം. എന്നിട്ട് നമ്മൾ ഈ ചെസ്റ്റിൽ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നത് അത് നോക്കണം. ഞാനിവിടെ 1.5 ഇഞ്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നിങ്ങൾ 2 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച് എടുക്കണം. 1 ഇഞ്ചാണ് ഇട്ടേക്കുന്നതെങ്കിൽ 1 ഇഞ്ച് എടുക്കണം. ഞാൻ 1.5 ഇഞ്ചാണ്. ആ 1.5 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് മാറ്റണം. അപ്പോൾ ചരിച്ചൊന്ന് മാർക്ക് ചെയ്യണം. ഇവിടെയാണ് എനിക്ക് 1.5 ഇഞ്ച് വരുന്നത്. എന്നിട്ട് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. അതിനുശേഷം നമ്മുടെ ഓപ്പൺ ഭാഗം ഇവിടെയാണ് വരുന്നത്. അവിടെ എത്രയാണോ വേണ്ടത് അതെടുക്കണം. ഞാനിവിടെ 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതും ഈ ഓപ്പൺ ഭാഗം കൂടെ തമ്മിൽ ജോയിൻ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ. ആദ്യം ലെന്ത് അളക്കുക, 1/2 ഇഞ്ച് കയറ്റി വയ്ക്കുക ബോഡി പാർട്ടിൻ്റെ. അതേ ഷേപ്പിൽ ചെസ്റ്റ് അളവ് വരെ കറക്റ്റ് ചെസ്റ്റ് അളവ് വരെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ബോഡി പാർട്ട് മാറ്റണം. അതിനുശേഷം നമ്മൾ ബോഡി പാർട്ടിൽ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടത് അതേ തയ്യൽ തുമ്പ് ഇവിടെ ഇടുക. പക്ഷെ നമ്മൾ ഇടുമ്പോൾ നേരെ ഇങ്ങനെ വയ്ക്കരുത്, കുറച്ച് ചരിച്ച് വേണം ആ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാൻ. എന്നിട്ട് ചെറുതായിട്ടൊരു കർവ് ഷേപ്പ് പോലെ ഇങ്ങനെ ഒരു കർവ് ഷേപ്പിലല്ലേ നമുക്ക് എപ്പോഴും സ്ലീവിൻ്റെ ആ ഭാഗം കിട്ടുന്നത്. മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ ഭാഗം മാർക്ക് ചെയ്യുക, ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ നിന്നും ഇങ്ങനെ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഈ ബോഡി പാർട്ടുമായിട്ട് വച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഇവിടെ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിന് പോവും. അതിന് ശേഷം വേണം, കണ്ടോ, കറക്റ്റായിട്ട് ഇതേ അളവിൽ തന്നെ കിട്ടും. നമ്മൾ ജോയിൻ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് അളവിനാണ് വരുന്നത്. കണ്ടോ, അപ്പോൾ അവിടെ കൂടിയും കുറഞ്ഞൊന്നും വരത്തില്ല. ഇതെനിക്ക് തെന്നിപ്പോകുന്ന തുണിയായത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കോട്ടണിലേക്ക് കറക്റ്റ് അളവിൽ തന്നെ ഇങ്ങനെ വച്ച് നോക്കുമ്പോൾ തന്നെ വരും. ഇതിങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇവിടെ തന്നെ വരും. അപ്പോൾ ഷേപ്പിലും വ്യത്യാസം വരില്ല, ചുളിവൊന്നും വരാനും സാധ്യത കുറവാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ആയിരിക്കും വരുന്നത്. കണ്ടോ, നിവർത്തിയിടപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ഇതേ ഭാഗമാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മടക്കിയാണ് ഞാൻ കാണിച്ചു തന്നത്. നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും. 1/2 ഇഞ്ച് ജോയിൻ പോവേ, അതുകൊണ്ടാണ് ഈ 1/2 ഇഞ്ച് മുകളിൽ കയറി നിൽക്കുന്നത്. ഷോൾഡർ ജോയിൻ 1/2 ഇഞ്ച് മുകളിൽ കയറ്റി നിർത്തിയില്ല, അതാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവാണ്. അളവൊന്നും എടുക്കേണ്ട, നമുക്ക് ആം ഹോൾ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ കറക്റ്റായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.